ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരന്മാരെ, കുഞ്ഞനിയന്മാരെ, അനിയത്തിമാരെ, ഇന്ന് വചനത്തിൽ അവസാന ഭാഗത്ത് ഈശോ പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരും. വലിയ അർത്ഥമുള്ള ഒരു വചനമാണിത്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങളെ അനുസ്മരിപ്പിക്കുന്ന, ഓർമ്മിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ഞാൻ നൽകും എന്നുള്ളതാണ്. അത് വലിയ ആശ്വാസം കൂടിയാണ് നമുക്ക്. പലപ്പോഴും നമ്മുടെ പ്രശ്നം കാര്യങ്ങൾ അറിയാഞ്ഞിട്ടില്ല, അത് കറക്റ്റ് സമയത്ത് ഓർക്കാൻ പറ്റാത്തതാണ് അല്ലേ? പരീക്ഷയ്ക്കൊക്കെ നമുക്ക് അങ്ങനെയല്ലേ, പഠിക്കാഞ്ഞിട്ടല്ല, പഠിച്ചത് പലതും ആ കറക്റ്റ് സമയത്ത് നമുക്ക് ഓർമ്മയിൽ വരുന്നില്ല. ഈ പരിശുദ്ധാത്മാവ് അതൊക്കെ ഓർമ്മിപ്പിച്ചിരുന്നെങ്കിൽ എന്ത് ഭംഗിയായിട്ട് കാര്യങ്ങൾ നടന്നേനെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഈ ഓർമ്മപ്പെടുത്തൽ, അതിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു പദമുണ്ട്, അനംനീസിസ്. കേട്ടിട്ടുണ്ടോ? അനംനീസിസ്. അത് യൂക്കറിസ്റ്റിക് തിയോളജി, ഈ വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള ദൈവശാസ്ത്രത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. അനംനീസിസ് എന്ന് പറഞ്ഞാൽ സേക്രഡ് റിമംബറൻസ് എന്നുള്ളതാണ്. സേക്രഡ് റിമംബറൻസ്, വിശുദ്ധമായ ഓർമ്മ എന്ന് വേണമെങ്കിൽ പറയാം. അതുമല്ലെങ്കിൽ സജീവമായ ഓർമ്മ, ജീവിക്കുന്ന ഓർമ്മ. നമ്മളൊരു കാര്യം ഓർക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുന്നത് പോലെ സംഭവിക്കുമ്പോൾ അതാണ് അനംനീസിസ്. വിശുദ്ധ കുർബാന 2000 വർഷങ്ങൾക്കപ്പുറം സ്ഥാപിക്കപ്പെട്ടൊരു കാര്യമാണ്. നമ്മളിപ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുന്നത് 25 വർഷം മുമ്പ് നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ വിവാഹം കഴിഞ്ഞ് അതിൻ്റെ ആൽബം, ഇന്ന് ആൽബം ഒന്നും ഇല്ലാന്ന് തോന്നുന്നു, പണ്ടൊക്കെ ആൽബമുണ്ട്, വെഡിങ് ആൽബം. ആ ആൽബം 25 വർഷങ്ങൾക്ക് ഇപ്പുറം എടുത്ത് നോക്കുന്നത് പോലെയല്ല വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത്. നമ്മളത് എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഓർമ്മകൾ വരും. അന്നത്തെ ദിവസത്തെ മനോഹരമായിട്ടുള്ള 25 വർഷം മുമ്പ് വിവാഹം നടന്ന സമയത്ത് അതിമനോഹരമായിട്ടുള്ള ഓർമ്മകളൊക്കെ വരും. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ സജീവമാകുന്നൊന്നുമില്ല. നമ്മുടെ ജീവിതത്തെ അത് മാറ്റിമറിക്കുന്ന, അല്ലെങ്കിൽ വീണ്ടും 25 വർഷം മുമ്പ് നടന്ന കല്യാണമാണ്, അത് ആ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ അത് വീണ്ടും സംഭവിക്കുന്നില്ല. പക്ഷേ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ്. അതിന്നും നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ 2000 വർഷങ്ങൾക്ക് ഇപ്പുറം പങ്കെടുക്കുമ്പോഴും അത് വെറുതെ ഒരു ഓർമ്മപ്പെടുത്തലല്ല, അല്ലെങ്കിൽ ഒരു ഓർമ്മ പുതുക്കലല്ല, അത് വീണ്ടും സംഭവിക്കുകയാണ്, സജീവമാവുകയാണ്. അതൊരു സേക്രഡ് റിമംബറൻസ് ആണ്. അത് സജീവമാകുന്ന ഓർമ്മയാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന. നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ അത്രമേൽ ആത്മാർത്ഥമായി ഉൾച്ചേർന്ന് പങ്കുപറ്റുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒന്നായിട്ട് മാറുകയാണ്. അതാണ് അനംനീസിസ് എന്ന് പറയുന്നത്. അത്തരമൊരു ഓർമ്മയെ പറ്റിയാണ്, അനുസ്മരിപ്പിക്കലിനെ പറ്റിയാണ് ഇന്ന് ഈശോ സുവിശേഷത്തിൽ പറയുന്നത്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന സഹായകനെ ഞാൻ നിങ്ങൾക്ക് നൽകും. പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലവട്ടം കേട്ടിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് വട്ടം വീണ്ടും വീണ്ടും ഒക്കെ കേൾക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ ഒന്നും അർത്ഥം നമുക്ക് ആ സമയത്ത് മനസ്സിലാവണം എന്നില്ല. പക്ഷേ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ, ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഒരു ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിയുമ്പോൾ പെട്ടെന്ന് അത് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്ന നിരവധി ഇൻസ്റ്റൻസസുകൾ നമ്മൾ ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. ജോസിൻ്റെ ഭാര്യ 1 വർഷം മുമ്പ് വരെ നിരന്തരം പറയുമായിരുന്നു, നിങ്ങൾ ഭക്ഷണത്തിൽ ഉപ്പും ഓയിലും ഒക്കെ കുറയ്ക്കണം. അത് നിരന്തരം പറയുമായിരുന്നു.
അപ്പോഴൊക്കെ ജോസ് തർക്കുത്തരമായിട്ടാണ് മറുപടി പറയുന്നത്. എൻ്റെ അപ്പനും ഇതേ ഉപ്പും ഓയിലും ഒക്കെ കഴിച്ച് തന്നെയാണ് 95 വയസ്സ് വരെ ജീവിച്ചത്. അങ്ങനെ ജോസിൻ്റെ ഭാര്യ ഇത് പറയുന്നത് നിർത്തി. 1 വർഷം മുമ്പ്, ഒരാഴ്ച മുമ്പ് ജോസ് ആശുപത്രിയിൽ പോയി കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പ് നടത്തി. ഡോക്ടർ പറഞ്ഞു, യു ഹാവ് ടു റെഡ്യൂസ് സോൾട്ട് ആൻഡ് ഓയിൽ ഇൻ യുവർ ഫുഡ്. ഇത് ഇംഗ്ലീഷിലാണ് പറഞ്ഞതെന്നുള്ള വ്യത്യാസമുള്ളൂ. ജോസിൻ്റെ ഭാര്യ മലയാളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ആരോഗ്യത്തെപ്പറ്റി വളരെ വ്യക്തതയുള്ള അറിയാവുന്ന ഒരാൾ ആ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ ആശുപത്രിയിൽ ഡോക്ടറുടെ മുറിയിൽ വെച്ചിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജോസ് പെട്ടെന്ന് ഓർത്തു, തൻ്റെ ഭാര്യ 1 വർഷം മുമ്പ് വരെ ഇത് സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അന്നൊക്കെ ജോസിനതൊരു ശല്യമായിരുന്നു ഈ വാക്കുകൾ. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ ജോസിന് മനസ്സിലായി ഇത് ഒരു ശല്യമല്ല, ഇത് തൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ടുള്ളൊരു സന്ദേശമാണ്. ജോസ് തിരികെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണത്തിൽ ഭാര്യ കുറച്ച് ഓയിൽ കൂടിപ്പോയാൽ, കുറച്ച് ഉപ്പ് കൂടിപ്പോയാൽ ഭാര്യയെ അങ്ങോട്ട് ശകാരിക്കുന്ന ആളായിട്ട് മാറി. ഭാര്യ അതുവരെ അല്ലെങ്കിൽ 1 വർഷം മുമ്പ് വരെ പറഞ്ഞ ആ വാക്കുകൾ ഒരിക്കലും സീരിയസ് ആയിട്ട് എടുക്കാതിരുന്ന ജോസ് അന്നു മുതൽ ഭാര്യയുടെ ആ വാക്കുകൾ തൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ടുള്ള വാക്കുകളാണ് എന്നുള്ള മനോഭാവത്തോടു കൂടി അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കാനായിട്ട് തുടങ്ങി. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. ഭാര്യയെ കാണുമ്പോൾ ഈ വാക്കുകൾ അയാളുടെ മനസ്സിലേക്ക് ഓടിയെത്താനായിട്ട് തുടങ്ങി. നാളുകൾ കേട്ടിട്ടും വില കൊടുക്കാതിരുന്ന ആ വചനത്തിന് പ്രത്യേക അർത്ഥം, രക്ഷാകരമായിട്ടൊരു അർത്ഥം ജോസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അവൻ്റെ ജീവിതത്തെ മാറ്റുന്ന, അവൻ്റെ ജീവിത ശൈലികളെ മാറ്റുന്ന, ഭക്ഷണക്രമത്തെ തന്നെ മാറ്റുന്ന ഒരു വചനം, ഒരു ഓർമ്മപ്പെടുത്തൽ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. തോമസ് കല്യാണത്തിൻ്റെ അന്ന് അച്ഛൻ പറഞ്ഞത് തോമസ് കേട്ടിട്ടുണ്ട്, നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കണം. ആദ്യത്തെ നാളുകളിലൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം സ്നേഹമൊക്കെ കുറച്ചൊക്കെ ഡ്രൈ ആവും. അങ്ങനെ 5-10 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വലിയ സ്നേഹമൊന്നും തോമസിന് ഭാര്യയോടില്ല. വളരെ മെക്കാനിക്കലായിട്ടുള്ള, റൊട്ടീനായിട്ടുള്ള ഒരു ജീവിത ശൈലിയാണ്. അപ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായി തോമസിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. കാലിലൊക്കെ പ്ലാസ്റ്റർ ഇട്ട് അനങ്ങാൻ പറ്റാതെ കുറേ നാള് കിടന്നുപോയത്. ആ സമയത്ത് തോമസിൻ്റെ ഭാര്യ, അവളുടെ പരിചരണം, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, മരുന്ന് സമയത്ത് കൊടുക്കുന്നു, കുളിപ്പിക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ അന്ന് വരെ തോമസ് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഭാര്യ തോമസ് ചെയ്യുന്നതിനേക്കാളും ഭംഗിയായിട്ട് ചെയ്യുന്നു. പലവട്ടം കേട്ടിട്ടുണ്ട്. കല്യാണത്തിൻ്റെ അന്ന് കേട്ട വചനമാണ്, നീ നിൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. അതിനുശേഷവും പള്ളിയിലൊക്കെ വരുമ്പോൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അത് പ്രത്യേകിച്ചൊന്നും ആ മനുഷ്യനെ തൊട്ടിട്ടില്ല. അതനുസരിച്ച് ജീവിക്കാൻ തോന്നിയിട്ടില്ല. അതനുസരിച്ച് ഭാര്യയെ ആത്മാർത്ഥമായിട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഡ്രൈനെസ് ഒക്കെ തോന്നുന്ന സമയത്ത് സ്നേഹിക്കാനായിട്ട് അയാൾക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ജീവിതത്തിൻ്റെ ഈ ഒരു പ്രത്യേക മോമെൻറ്റിൽ തൻ്റെ വിഷമകരമായ ഒരവസ്ഥയിലൂടെ കടന്നുപോയ സമയത്ത് ഭാര്യയുടെ ആ പരിചരണം, ഭാര്യ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നു, കുടുംബത്തെ ഒറ്റ ചുമലിൽ മുന്നോട്ട് നയിക്കുന്നു. ഇതൊക്കെ മനുഷ്യൻ വേറൊന്നും ചെയ്യാനില്ല, കിടന്ന് കാണാനേ പറ്റുള്ളൂ. അതൊക്കെ കാണുമ്പോൾ അയാൾ പെട്ടെന്ന് ആ വചനം വീണ്ടും ഓർത്തു, നീ നിൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. പലവട്ടം കേട്ട വചനമാണ്. അതിൻ്റെ പേരിലൊന്നും അന്ന് വരെ അയാൾ ഭാര്യയെ സ്നേഹിച്ചിട്ടില്ല. പക്ഷേ ആ സമയം ആ വചനം ജീവനുള്ള വചനമായിട്ട് ആ മനുഷ്യൻ്റെ ഹൃദയത്തെ തൊടുകയാണ്. അതിനുശേഷം ആ മനുഷ്യൻ തൻ്റെ ഭാര്യയെ പൊന്നുപോലെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ചില ചെറുപ്പക്കാരൊക്കെ പറയുന്നത് കേട്ട് കാണും, ഞാൻ 100 വട്ടം കേട്ടിട്ടുള്ള പാട്ടാണ്, പക്ഷേ ജീവിതത്തിൽ ബ്രേക്കപ്പ് ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ആ പാട്ടിൻ്റെ വരികൾ എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് കടന്നു വരുന്നത്. എന്നെപ്പറ്റി എഴുതിയ പാട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു.
ഇത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും 100 പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ വരികൾ ഞാൻ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോഴാണ് അത് മനസ്സിലേക്ക് പെട്ടെന്ന് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നത്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതാണ്. നാം കേട്ടിട്ടും ജീവിക്കാതെ പോയ സത്യങ്ങളെ, നമ്മൾ കേട്ടിട്ടും ജീവിക്കാതെ പോയ സത്യങ്ങളെ ശരിയായ സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ജീവനുള്ളതാക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ പലവട്ടം കേട്ടിട്ടും ജീവിക്കാതെ പോയ, ശ്രദ്ധിക്കാതെ പോയ സത്യങ്ങളെ ശരിയായ സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ജീവനുള്ളതാക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ എത്രയോ വട്ടം കേട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ക്ഷമിക്കണം, ശാന്തരായിട്ട് നമ്മളായിരിക്കണം, നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല, ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രം മതി. നമ്മൾ കേൾക്കാത്തതാണ്, എത്ര വട്ടം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ, അല്ലേ, ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ദേഷ്യപ്പെടുന്നതിന് എന്തെങ്കിലും കുറവുണ്ടോ? എന്തെങ്കിലും കുറവുണ്ടോ? ഒരു കുറവുമില്ല നമ്മുടെ ജീവിതത്തിൽ. അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കണം, പലവട്ടം കേട്ടിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കാറുണ്ടോ? ദൈവത്തെ പറ്റി ചിന്തിക്കാറുണ്ടോ? നിരാശപ്പെട്ടു പോകാറില്ലേ നമ്മൾ? പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ നെട്ടോട്ടം നമ്മൾ ഇങ്ങനെ ഓടുമ്പോൾ ഓർമ്മയിൽ വരാതെ പോകുന്ന പല കാര്യങ്ങളുമാണ്. കേട്ടിട്ടും ആ സമയത്ത് ഓർമ്മയിൽ വരാതെ, ആവശ്യമുള്ള സമയത്ത് ഓർമ്മയിൽ വരാതെ പോയ കാര്യങ്ങളാണ്. ഒരു പക്ഷേ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, ഒരു ആശുപത്രി വരാന്തയിൽ നിൽക്കുന്ന സമയത്തായിരിക്കും, മകൻ ICUയിലായിരിക്കും. ആ സമയത്ത് ആശുപത്രി വരാന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്തായിരിക്കും നമ്മൾ കേട്ടിട്ടുള്ള വചനം, നമ്മൾ മനഃപ്പാഠമാക്കിയിട്ടുള്ള വചനം പരിശുദ്ധാത്മാവ് നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഒരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്തായിരിക്കും, ഒരുപക്ഷെ വിശുദ്ധ കുർബാനയിൽ ഇതുപോലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന സമയത്തായിരിക്കും. പലവട്ടം കേട്ടിട്ടുണ്ടെങ്കിലും ആ സമയത്ത് ആ വചനം പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിച്ച് നമ്മുടെ ഹൃദയത്തെ തൊടുന്നൊരു അനുഭവത്തിലേക്ക് നയിച്ച് അത് സജീവമാക്കി ദൈവീകമായിട്ടുള്ളൊരു ഓർമ്മയാക്കി, അനംനീസിസാക്കി മാറ്റി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത് എന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലായിട്ടുള്ള കാര്യമായിരിക്കും. പുതിയ അർത്ഥം നമ്മുടെ ജീവിതത്തിന്, അന്ന് വരെ നമ്മൾ മനസ്സിലാക്കാത്ത അർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന മോമെൻറ്റ്സ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പം ഇതൊക്കെ പറയുമ്പോൾ ഒരു ഇത്തരം പരിശുദ്ധാത്മാവിന് നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ നിർണായക സമയങ്ങളിൽ നമുക്ക് രക്ഷയായിട്ട് മാറുന്ന ഈ ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രീ റിക്വസിറ്റ് എന്താണ്? അതിന് ഉണ്ടായിരിക്കേണ്ട, നമ്മളിലുണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഓർമ്മപ്പെടുത്തൽ. പരിശുദ്ധാത്മാവിന് നമ്മളെ ഓർമ്മപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇന്നത്തെ വചനത്തിൽ വളരെ ക്ലിയറാണ്. ഞാൻ വായിച്ച വചനത്തിൽ എന്താണ് പറയുന്നത്? ഞാൻ, പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുസ്മരിപ്പിക്കും. എന്താണ് അനുസ്മരിപ്പിക്കുന്നത്? എന്താണ്? ഞാൻ നിങ്ങളെ എന്താണ്? പഠിപ്പിച്ച കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഉള്ള കാര്യങ്ങളാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിന് നമ്മളെ ഓർമ്മിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ തലയിൽ ഒന്നുമില്ലെങ്കിലോ പരിശുദ്ധാത്മാവിന് നമ്മളെ ഓർമ്മപ്പെടുത്താനായിട്ട് സാധിക്കുമോ? പറ്റില്ല. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ കാറ്റഗിസം പഠിക്കണമെന്ന് ഇങ്ങനെ നിരന്തരം പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് കാറ്റഗിസം പഠിക്കണം? ഫാമിലി കാറ്റഗിസം നടത്തണം, ദൈവത്തിൻ്റെ വചനം മനഃപ്പാഠമാക്കണം. കുറേ കുട്ടികളുണ്ട് സങ്കീർത്തനമൊക്കെ മനഃപ്പാഠമാക്കി പഠിക്കുന്ന, അത് പറയുന്ന, പാടുന്ന മക്കളുണ്ട്. ഇതെന്തിനാ പറയണേ കാറ്റഗിസം പഠിക്കണം? ചില മാതാപിതാക്കളുണ്ട് കാറ്റഗിസം പഠിക്കണം എന്ന് പറയുമ്പോൾ ഏതാണ്ട് സാത്താൻ കയറുന്ന പോലെയാണ്. ചില മാതാപിതാക്കളുണ്ട്. ഫാമിലി കാറ്റഗിസം പഠിക്കുന്ന കാര്യം പറയുമ്പോൾ അതെന്തിനാണെന്ന് ചോദിക്കുന്ന മാതാപിതാക്കളുണ്ട്. എന്തിനാണെന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത്. ഈ സാധനം തലയിലുണ്ടെങ്കിലാണ്, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ
നമ്മുടെ തലച്ചോറിൽ നമ്മൾ വിതച്ചിട്ടില്ലെങ്കിൽ ഇത് ഓർമ്മപ്പെടുത്താനായിട്ട് പരിശുദ്ധാത്മാവിന് പറ്റില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് കാറ്റഗിസം പഠിക്കണം. നിങ്ങൾ ഈ വെറുതെ ഇവിടെ ക്ലാസ്സിൽ കുറച്ചു നേരം കേട്ടതുകൊണ്ട് മാത്രമായില്ല. അത് വീട്ടിൽ പോയി അത് വീണ്ടും പഠിക്കണം, വായിക്കണം. ഫാമിലി കാറ്റഗിസം അതിന് വേണ്ടിയിട്ടാണ്. ഒരു മണിക്കൂറിൻ്റെ കാര്യമാണ് പറയണത്. 1 മണിക്കൂർ അത് സമയം സ്പെൻഡ് ചെയ്യണം. ഈ വചനം പഠിക്കണം, യേശുവിനെ പറ്റി അറിയണം, ഈശോ ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധികളിലും എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്, അതിനെ ഫേസ് ചെയ്യുന്നത്, അത് മനസ്സിലാക്കണം. ഇത് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ വചനം പഠിക്കണം, മനഃപ്പാഠമാക്കണം. ഇത് ചുമ്മാ പറയുന്നതല്ല. ഈ സാധനം നമ്മുടെ തലയിലുള്ളപ്പോഴാണ് ഒരു പക്ഷേ നാളെ ഒന്നും ഒരു ഉപകാരം ഉണ്ടായെന്ന് വരില്ല. 20 വർഷങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇരുട്ടിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, ഇനി അങ്ങോട്ട് പോകണമെന്നറിയാൻ പാടില്ലാതെ ഒരു പക്ഷെ നിരാശയിലേക്ക് കൂപ്പുകുത്താനായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഇന്ന് പഠിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കുന്നത്. ഇല്ലുമിനേഷൻ, പ്രകാശിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ പ്രകാശിപ്പിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനും പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ വീണ്ടും വീണ്ടും കാറ്റഗിസം പഠിക്കണം. വെറുതെ കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല, വീട്ടിൽ പോയി അത് പഠിക്കണം. ഇതാവശ്യം വരും. പരിശുദ്ധാത്മാവിന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ വിത്ത് വിതയ്ക്കുന്നത് പോലെയാണ്. നമ്മുടെ പ്രശ്നം എന്താണ്? നമുക്കിത് വിതച്ചാൽ ഇപ്പം തന്നെ അത് മുളച്ച് പൊന്തണം, ഇപ്പം തന്നെ അതിൽ പൂവുണ്ടാകണം, അല്ലെങ്കിൽ അതിൽ ഫലമുണ്ടാകണം. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ പ്രശ്നമാണ്. ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ്, പെട്ടെന്ന് വേണം എല്ലാം. അതുകൊണ്ടാണ് കാറ്റഗിസം പഠിച്ചിട്ട് എന്ത് കിട്ടാനാണ്? എന്താണ് സംഭവിക്കുന്നത്? കാറ്റഗിസം പഠിച്ചുകൊണ്ട് വല്ല മെച്ചമുണ്ടോ? ഇപ്പോൾ ഒരു മെച്ചം ഉണ്ടാവില്ല. മെച്ചമുണ്ട്, മെച്ചം കാണാൻ പറ്റില്ല. അത് വിതയ്ക്കലാണ്. അത് മുളച്ച് പൊന്താനായിട്ട് അത് മണ്ണിൻ്റെ അടിയിൽ കിടക്കും കുറേ നാൾ, എന്നാലാണ് അത് നന്നായിട്ട് ആരോഗ്യത്തോടെ മുളച്ച് പൊന്തുള്ളൂ. അതിനൊരു സമയമുണ്ട്, ദൈവത്തിൻ്റെ സമയം. അത് ദൈവം പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സമയം വരും ജീവിതത്തിൻ്റെ നിർണായക ഘട്ടത്തിൽ. അന്ന് നിങ്ങൾ പഠിച്ച ഫിസിക്സോ കെമിസ്ട്രിയോ ഇതൊന്നും സഹായിക്കാനായിട്ടുണ്ടാവില്ല. നിങ്ങൾ നടത്തിയ എൻട്രൻസ് കോച്ചിങ് സഹായിക്കാനായിട്ടുണ്ടാവില്ല. അന്ന് നിങ്ങളെ സഹായിക്കാനായിട്ടുണ്ടാവുക ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വിതച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മാതാപിതാക്കൾ അത് വിതയ്ക്കാനായിട്ടുള്ള മണ്ണൊരുക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മതാധ്യാപകർ, വിശ്വാസ പരിശീലകർ അത് വിതച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അതിൻ്റെ ഉപകാരം നിങ്ങൾ തിരിച്ചറിയും. അത് നമുക്ക് ഇപ്പം കാണാൻ പറ്റാത്തത് കൊണ്ട് ഇതിനൊന്നും ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. ഇതൊന്നും വെറുതെ തമാശയ്ക്ക് പറയുന്ന കാര്യങ്ങളല്ല. ഈ മക്കളുടെ ഇന്നിനെ പറ്റി മാത്രമല്ല, നാളെ പറ്റി മാത്രമല്ല, 20 വർഷം കഴിയുമ്പോൾ ഈ മക്കൾക്കൊരു നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് സഭ നമുക്കായിട്ട് നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരവസരമാണ്, ശുശ്രൂഷയാണ് വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത്. എത്രയോ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ മക്കളുടെ എത്രയോ നാളുകൾ കഴിയുമ്പോഴും അവർ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. അതിനെയാണ് പലരും വളരെ സിമ്പിളായിട്ട് ഇതിനൊക്കെ എന്ത് കാര്യമുണ്ട് എന്നുള്ള രീതിയിൽ മാറ്റി നിർത്താനായിട്ട്, അതിന് ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. പാളിപ്പോവും. അതുകൊണ്ട് ഏറ്റവും പ്രധാന പ്രയോറിറ്റി കൊടുത്ത് വിശ്വാസ പരിശീലനം, കാറ്റഗിസം, ദൈവത്തിൻ്റെ വചനം ഈ മക്കളൊക്കെ പഠിക്കട്ടെ, മനഃപ്പാഠമാക്കട്ടെ. അതിന് മാതാപിതാക്കൾ സഹായിക്കുക. ഇന്നൊന്നും കാണില്ല അതിൻ്റെ ഉപകാരം. 20 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ, 5 വർഷം കഴിയുമ്പോൾ, ചിലപ്പോൾ നാളെ തന്നെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയിൽ പരിശുദ്ധാത്മാവ് അവരിന്ന് പഠിച്ച ആ വചനം അവരെ ഓർമ്മിപ്പിക്കും. അവർ ജീവിതത്തിൽ സുന്ദരമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകും. അതുകൊണ്ട് വളരെയേറെ പ്രാധാന്യം കൊടുത്ത് കാറ്റഗിസം ഇന്ന് മാതാപിതാക്കളും കുട്ടികളൊക്കെ ഇവിടെയുണ്ട്. വളരെയേറെ പ്രാധാന്യം കൊടുത്ത് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി, ഇത് ഈ കുട്ടികളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരുടെ ഭാവി, നിങ്ങൾ നല്ല ഭാവി ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവർ ജീവിതത്തിൽ ആത്മവിശ്വാസത്തോടു കൂടി ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനായിട്ട്, ദൈവികമായി അതിനെ കൈകാര്യം ചെയ്യാൻ നിങ്ങളുടെ മക്കളെ പറ്റി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസ പരിശീലനം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ വചനം മനഃപ്പാഠമാക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള തിരിച്ചറിവോടെ ജീവിക്കുക, ആ പ്രാധാന്യം കൊടുക്കുക. കുട്ടികൾ ഇന്ന് തന്നെ കണ്ടില്ലേ, ചില ക്ലാസ്സുകളിൽ കുട്ടികളൊന്നുമില്ല. കുട്ടികൾ വന്നതെപ്പോഴാണ്? 6:30
അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കാറ്റഗിസം ക്ലാസ്സിലൊക്കെ കുട്ടികൾ എത്തുന്ന സമയത്താണ് ഇന്ന് അവർ പള്ളിയിൽ വന്നത്. നമ്മൾ ആ പ്രാധാന്യം കൊടുക്കണ്ടേ? മാതാപിതാക്കൾ നമ്മളല്ലേ അത് കൊടുക്കേണ്ടത്. ഞാൻ പലപ്പോഴും കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്താ വൈകി വരണ കുട്ടികൾ കാണുമ്പോൾ അവർ കുറ്റം പറയുന്നത് നിങ്ങളെയാണ്. ശരിയാണെന്ന് എനിക്കറിയാൻ പാടില്ല. അമ്മ റെഡിയാവാൻ വൈകി, അപ്പൻ റെഡിയാവാൻ വൈകി, ഇതൊക്കെയാണ് അവർ പറയുന്നത്. എനിക്കറിയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ കുട്ടികൾ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല മാതൃക കാണിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച്, നമ്മുടെ മക്കളെ സംബന്ധിച്ച് നമ്മൾ അപകടങ്ങളിൽ ചെന്ന് ചാടും എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ് ജീവിക്കും. ഇപ്പം നമ്മൾ പറയും, അഹങ്കാരത്തോടെ പറയുക, അങ്ങനെയൊന്നും സംഭവിക്കില്ല. എൻ്റെ മക്കളെ വളർത്താൻ എനിക്കറിയാം, എനിക്കതൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് നല്ല പേരൻറ്റിങ് ഒക്കെ എനിക്കറിയാം. ഒരു കുന്തവും നടക്കില്ല. ജീവിതത്തിൽ വിശ്വാസ പരിശീലനം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിലുള്ള വിശ്വാസം കൈമാറാൻ വേണ്ട സാഹചര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഒരുക്കിയില്ലെങ്കിൽ, അതിന് നിങ്ങളുടെ മക്കളെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ, ചിലപ്പോൾ നിർബന്ധിച്ചില്ലെങ്കിൽ, ചില സമയത്ത് നിർബന്ധം ആവശ്യമാണ്, അപ്പോൾ നിർബന്ധിക്കേണ്ട സമയത്ത് നിർബന്ധിച്ചില്ലെങ്കിൽ കൈവിട്ടു പോകും എന്ന് യാതൊരു സംശയവും വേണ്ട. ആ തിരിച്ചറിവുണ്ടാകട്ടെ. ആ തിരിച്ചറിവനുസരിച്ച് നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിലെ സമയത്തെയും നമ്മൾ ഓരോ സമയം എന്തിനാണോ കൊടുക്കുന്നത് അതിനെയൊക്കെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.